IPL ഓപ്ഷനൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടീമിൻ്റെയും അനാലിസിസ് നമ്മൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ നടത്താൻ ബാക്കിയുള്ള ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവർ ബൗളിംഗ് യൂണിറ്റ് വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഗൺ ബൗളിംഗ് യൂണിറ്റ് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു തരത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാത്ത ബൗളിംഗ് യൂണിറ്റ്. അതായത് സ്പിന്നേഴ്സും പേസ് ബോളേഴ്സും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ബൗളിംഗ് ലൈനപ്പ് തന്നെയാണ് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷെ ബാറ്റിങ്ങിൽ അവർക്ക് അതേ ഒരു മൈറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. വലിയ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് നിര ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും ഡൽഹിയുമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നിന്ന് നോക്കുമ്പോൾ വളരെ മികച്ച ഒരു സ്ക്വാഡിനെയാണ് ഡൽഹി എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഡൽഹിയുടെ എൻ്റെ അഭിപ്രായത്തിലുള്ള ഒരു ഫസ്റ്റ് 11 എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണറായിട്ട് ഞാൻ ഇറക്കുന്നത് ജേക്ക് ഫേസൻ മക്ഗർഗിനെയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇറക്കുന്ന KL രാഹുലിനെ ആയിരിക്കും. നമ്പർ 3 ഞാൻ കളിപ്പിക്കുന്നത് പോറലിനെ ആയിരിക്കും. നമ്പർ 4 ഞാൻ കളിപ്പിക്കുന്നത് ഹാരി ബ്രൂക്കിനെയും. നമ്പർ 5 ഞാൻ കളിപ്പിക്കുന്നത് സ്റ്റബ്സിനെ ആയിരിക്കും. നമ്പർ 6 ഞാൻ അക്ഷർ പട്ടേലിനെ കളിപ്പിക്കുമ്പോൾ നമ്പർ 7 ഞാൻ അശുതോഷ് ശർമ്മയെ കളിപ്പിക്കും. നമ്പർ 8 സ്റ്റാർക്കും, നമ്പർ 9 കുൽദീപ് യാദവും, നമ്പർ 10 നടരാജനും, നമ്പർ 11 മുകേഷ് കുമാറും എനിക്ക് വേണ്ടിയിട്ട് ഡൽഹിക്ക് കളിക്കാനെത്തും. അപ്പോൾ ഫസ്റ്റ് 11 പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. ഡൽഹിയുടെ ടീമിൽ ഓരോരുത്തരെ എടുത്തു വെച്ചിട്ട് നമുക്ക് അനാലിസിസ് നടത്താം. ആദ്യം ജേക്ക് ഫേസൻ മക്ഗർഗ്. കഴിഞ്ഞ തവണ ഡൽഹിയുടെ മൈതാനത്ത് വന്നിട്ട് ഒരുപാട് ആളെ അടിച്ച് തൂഫാനാക്കിയ ഒരു ചങ്ങായിയാണ് ഈ ജേക്ക് ഫേസൻ മക്ഗർഗ് എന്ന് പറയുന്നത്. ബുംറയെ വരെ അടിച്ചിട്ടുണ്ട് ഒരു മത്സരത്തിൽ. മുംബൈ ഇന്ത്യൻസിനെതിരെ 260 റൺസൊക്കെ എടുത്തിട്ടുണ്ട് ഡൽഹി കഴിഞ്ഞ തവണ ജേക്ക് ഫേസൻ മക്ഗർഗിൻ്റെ ഇന്നിങ്സിൻ്റെ ബലത്തിൽ. പക്ഷേ ഇത്തവണ ജേക്ക് ഫേസൻ മക്ഗർഗിനെ ഡൽഹി ടീമിൽ നിലനിർത്തിയത് അത്ര നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ഫോമൊക്കെ നോക്കുകയാണെങ്കിൽ അതത്ര മികച്ച തീരുമാനമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. കാരണം MLC ഉണ്ടല്ലോ, അമേരിക്കയിലെ ഈ T20 ടൂർണമെൻറ്റ്, ആ ടൂർണമെൻറ്റിലൊക്കെ വളരെ മോശം ഫോമിലായിരുന്നു. പിന്നെ 1-2 മത്സരങ്ങൾ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ട് കിട്ടിയെങ്കിലും പിന്നീട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നല്ല ഫോമിലല്ല. ഈ ഡൽഹിയിലെ മൈതാനം നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ ഈ മക്ഗർഗിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പണ്ടത്തെ കോട്ട്ല വിക്കറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു ലോ ട്രാക്ക് ആണെങ്കിൽ ജേക്ക് ഫേസൻ മക്ഗർഗ് സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം MLCയിൽ കുറച്ച് ബൗൺസും ക്യാരിയും ഒക്കെയുള്ള പിച്ചിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. T20 ലോകകപ്പ് നടന്നിട്ടുള്ള നാസ കൗണ്ടി ഉണ്ടല്ലോ, അപ്പം ആ പിച്ച് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പിച്ചിലാണ് ഈ ജേക്ക് ഫേസൻ മക്ഗർഗ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രഗിൾ ആയിരുന്നു ചങ്ങായിക്ക് ആ ഇന്നിങ്സ് മൊത്തത്തിൽ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ കളിക്കൂ എന്നുള്ള കാര്യം കണ്ടറിയണം. പിന്നെ IPL ആദ്യത്തെ സീസൺ നന്നായിട്ട് കളിച്ചിട്ട് രണ്ടാമത്തെ സീസൺ ബാഡായ ആളുകളും ഉണ്ട്. അപ്പം ജേക്ക് ഫേസൻ മക്ഗർഗിൻ്റെ കാര്യത്തിൽ കണ്ടറിയേണ്ടതുണ്ട് എന്തായിരിക്കും എന്നുള്ളത്. KL രാഹുൽ മോശം സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് 450-500 റൺസ് അടിച്ചു തരും. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ആണ് ഒരു വിഷയം. ഡൽഹി പോലത്തെ ഒരു ഗ്രൗണ്ടിൽ KL രാഹുലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു വിഷയമാണ്. കാരണം ചെറിയ ഗ്രൗണ്ടാണ്, നന്നായിട്ട് അടിച്ച് കളിക്കേണ്ട ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് വന്നിട്ട് നിങ്ങൾ മുട്ടി കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ സ്കോറിന് അത് വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ KL രാഹുൽ അടിച്ച് കളിക്കുന്ന ഒരു KL രാഹുലിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ KL രാഹുൽ ഡൽഹിക്ക് ഒരു ഭാരം തന്നെയായിരിക്കും. നമ്പർ 3 അഭിഷേക് പൊറേൽ. ഡൽഹിയുടെ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും ഇദ്ദേഹം. ബട്ട് ഈ സീസൺ അങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല. കാരണം മുഷ്താഖ് അലിയിലൊക്കെ മോശമില്ലാത്ത പ്രകടനമാണ് താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ സീസൺ കൂടി നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ നമുക്ക് വെക്കാം. നമ്പർ 4 ഹാരി ബ്രൂക്ക് കൂടുതലും റെപ്യൂട്ടേഷനിലാണ് ഡൽഹി എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. IPL ഫോം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ IPL കളിച്ച കളി അനുസരിച്ചാണ് ഡൽഹി ഹാരി ബ്രൂക്കിന് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹാരി ബ്രൂക്കിനെ എടുക്കാനുള്ള സാധ്യതയില്ല. ഒരു റെപ്യൂട്ടേഷനാണ്. ഹാരി ബ്രൂക്ക് ഫ്യൂച്ചറാണ് ഇംഗ്ലണ്ടിൻ്റെ എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഫാബ് ഫോറിലൊക്കെ ഇനി വരുന്ന ഫ്യൂച്ചർ ഫാബ് ഫോറിലൊക്കെ ഇടന്നിടുന്ന ഒരു പ്ലെയറാണ് ഈ ഹാരി ബ്രൂക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പൊട്ടൻഷ്യൽ ആയിരിക്കും ഡൽഹി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം. അടുത്ത പ്ലെയർ ട്രിസ്റ്റൻ സ്റ്റബ്സ്. ഈ പ്ലെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏത് ഫോർമാറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. ടെസ്റ്റ് ആയിക്കോട്ടെ, വൺ ഡേ ആയിക്കോട്ടെ, T20 ആയിക്കോട്ടെ. ഇതാണ് പ്ലെയർ.
ഈ ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഇദ്ദേഹം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ്. റേഞ്ച് ഹിറ്റിംഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. IPL തുടക്കകാലത്തിൽ, അതായത് മുംബൈ ഇന്ത്യൻസിലുള്ള സമയത്തൊക്കെ സ്പിന്നിനെതിരായിട്ടൊന്ന് ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് മെച്യൂർഡ് ആയിക്കൊണ്ട് സ്പിന്നിന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കളിക്കാരനാണ്, ഒരു രക്ഷയില്ലാത്ത കളിക്കാരനാണ്. ഡൽഹിക്ക് ഒരു നല്ല സീസൺ ഉണ്ടാവുമെങ്കിൽ ഈ താരമായിരിക്കും ഡൽഹിയുടെ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന താരം അല്ലെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറിന് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തത് 6ാം നമ്പറിൽ അക്സർ പട്ടേൽ. ബോളിംഗ് ചെയ്യും, ബാറ്റിംഗ് ചെയ്യും, ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. നിങ്ങൾക്ക് ബോൾ ചെയ്യുന്ന സമയത്ത് 4 ഓവറിൽ 30, 2 വിക്കറ്റ്, ഇതായിരിക്കും ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ലോവർ ഓർഡർ റൺസ് ഉണ്ടാക്കി തരാൻ പറ്റുന്ന പ്ലെയറാണ് അക്സർ പട്ടേൽ. കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഒരു 160, 180 ഗെയിം ആണെങ്കിൽ അത് ഡൽഹിയുടെ മത്സരം തന്നെയായിരിക്കും, ഡൽഹിക്ക് മുൻതൂക്കമുള്ള മത്സരമായിരിക്കും. പക്ഷേ ബാറ്റിംഗ് ഡോമിനേറ്റ് ചെയ്യുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഡൽഹി കുറച്ച് കഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡൽഹിയുടെ 11 നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എക്സ്പ്ലോസീവ്നെസ്സിന്റെ കുറവുണ്ട്. സ്റ്റബ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി പ്രൂവൻ ആയിട്ടുള്ള എക്സ്പ്ലോസീവ് പ്ലേയേഴ്സിനെ നമുക്ക് ഡൽഹി നിരയിൽ കാണാൻ വേണ്ടി പറ്റൂല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 200 റൺസിലധികം സ്കോർ ചെയ്യപ്പെടുന്ന വാങ്കഡെ, ചിന്നസ്വാമി, ഹൈദരാബാദ് സ്റ്റേഡിയം പോലുള്ള സ്ഥലങ്ങളിൽ ഈ ടീം ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യത നട്രാജനാണ്. നട്രാജൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺസ് കൊടുക്കും, പക്ഷെ ഡെത്ത് ഓവേഴ്സിൽ നല്ലതായിട്ട് പിടിച്ചെറിയാൻ വേണ്ടി പറ്റുന്ന ഒരു ബോളറാണ്. 4 ഓവറിൽ 36 ഒരു വിക്കറ്റ്, അല്ലെങ്കിൽ 4 ഓവർ 40 ഒരു വിക്കറ്റ് എന്നുള്ള രീതിയിലൊക്കെ പോകും. കുൽദീപ് യാദവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രോയിൻ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള മടങ്ങി വരവായിരിക്കും നമുക്ക് ഈ IPL കാണാൻ വേണ്ടിയിട്ട് പറ്റും. അദ്ദേഹം മുഷ്താഖ് അലി T20 കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. എന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം 4 ഓവറിൽ 28, 2 വിക്കറ്റ് എടുത്തു തരുന്ന ഒരു ബോളറാണ്. റണ്ണ് കൊടുക്കുകയില്ല, വിക്കറ്റ് എടുക്കുകയും ചെയ്യും. IPL ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റെക്കോർഡുണ്ട്. പിന്നെ ഇതുള്ളത് സ്റ്റാർക്കാണ്. സ്റ്റാർക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് പോകുമെങ്കിൽ പോലും വിക്കറ്റ് എടുക്കുന്ന ഒരു ബോളറാണ്. 4 ഓവറിൽ 38, 2 വിക്കറ്റൊക്കെ പോകും. അല്ലെങ്കിൽ ചില മത്സരങ്ങൾ അതിലും എക്സ്പെൻസീവ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മുകേഷ് കുമാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺസ് കൊടുക്കാതെ വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ബോളറായിരിക്കും മുകേഷ് കുമാർ. 4 ഓവറിൽ 28, 1 വിക്കറ്റ്. ഇതാണ് മുകേഷ് കുമാറിന്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. പിന്നെ അശുതോഷ് ശർമ്മ. കഴിഞ്ഞ തവണത്തെ പഞ്ചാബിന്റെ ലേറ്റ് റിവൈവലില് കുറച്ച് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പാർട്ട് എടുത്തിട്ടുള്ളത് ഈ അശുതോഷ് ശർമ്മയും ശശാങ്ക് സിംഗും കൂടിയാണ്. അശുതോഷ് ശർമ്മയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തിങ്കിങ് ക്രിക്കറ്ററാണ്. ടെമ്പറമെന്റ് നല്ലതാണ്, സിറ്റുവേഷൻ അനുസരിച്ച് ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കഴിഞ്ഞ തവണ എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതേപോലെ ഇത്തവണ അശുതോഷ് ശർമ്മ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഡൽഹിക്ക് നല്ല ഹോപ്പ് ഉണ്ടായിരിക്കും ഈ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം. ഡൽഹിയിലെ പിച്ച് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും ഡൽഹിയുടെ ഈ സീസണിലെ സക്സസ് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. ഡൽഹി കോട്ട്ലയിലെ പിച്ച് ഒരു 200, 220 റൺസ് പിച്ചാണെങ്കിൽ ഡൽഹി അവിടെയും സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത എങ്ങനെയാലും ഉണ്ട്. ഡൽഹിക്ക് ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ കോട്ട്ല വിക്കറ്റാണ്. ഒരു സ്ലോ ആൻഡ് ലോ വിക്കറ്റിൽ 160 മുതൽ 180 ഗെയിം ആണെങ്കിൽ ഡൽഹി ഹോം ഗ്രൗണ്ടിൽ 5 മത്സരങ്ങൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 5 മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് പ്ലേ ഓഫിൽ കയറും. അല്ലാണ്ട് ഈ ബാറ്റിംഗ് നിര എൻ്റെ ബാറ്റിങ്ങും നിന്റെ ബാറ്റിങ്ങും തമ്മിലുള്ള മത്സരമാണെങ്കിൽ ബാറ്റുകൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡൽഹി മത്സരങ്ങളിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഡൽഹിയുടെ ബോളിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വരാം ഗൺ ബോളിംഗ് ലൈനപ്പ്. ഇപ്പം 12th മാനായിട്ട് എത്തുന്നത് മോഹിത് ശർമ്മയായിരിക്കും. ഇപ്പോൾ മോഹിത് ശർമ്മ, മിച്ചൽ സ്റ്റാർക്ക്, നട്രാജൻ, മുകേഷ് കുമാർ, ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബോളിംഗ് നിരയാണ്. സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്ക് മിച്ചൽ സ്റ്റാർക്കിനെ മാത്രമേ കണക്കാക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ പോലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ബോളിംഗ് നിരയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അക്ഷറിനെയും കുൽപ്രീതിനെയും നമുക്ക് ചേർക്കാം. പക്ഷേ ആ സെയിം കാര്യം തന്നെ നമുക്ക് ഡൽഹിയുടെ ബാറ്റിങ്ങിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പം അശുതോഷും അതേപോലെ തന്നെ അക്സർ പട്ടേലുമാണ് ഞാൻ ഫിനിഷിംഗ് ജോബ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം മാത്രമാണ് അറിയേണ്ടത്, ഈ പവർ എവിടെ നിന്നാണ് വരിക. ഒരു പവർഫുൾ ആയിട്ടുള്ള ഫിനിഷിങ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഡൽഹിക്ക് ഒരു മികച്ച സീസൺ തന്നെ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അക്ഷർ പട്ടേൽ ഒരിക്കലും ഒരു 12 ബോളിൽ 36 എടുക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ല അക്ഷർ പട്ടേൽ. അതേപോലെ തന്നെയാണ് അശുതോഷിന്റെ കാര്യം. ആ പവർഫുൾ ആയിട്ടുള്ള ഫിനിഷിങ് ഇവർ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഡൽഹി തീർച്ചയായിട്ടും പ്ലേ ഓഫിലെത്തും, ഇല്ലെങ്കിൽ ഇല്ല.
ഒരു 160 റൺസ് ആവറേജ് സ്കോർ വരുന്ന ഒരു ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നതെങ്കിൽ ഡൽഹിക്ക് സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഡൽഹിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചാൻസ് എടുക്കുക, അതായത് ഗ്രൗണ്ടിനെ ഒന്ന് സ്ലോ ആക്കുക, എന്നിട്ടൊരു ആവറേജ് സ്കോർ 150 അല്ലെങ്കിൽ 160 ആ ഒരു റേഞ്ചിൽ വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക.